സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളാണ്. എന്തായാലും ഇനി നാളെ നമുക്കറിയാം അന്തിമ സ്ഥാനാർത്ഥി ചിത്രം ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ളത്. നാളെ കൂടി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ട്. അപ്പോൾ നാളെ ചിത്രം തെളിയും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന CPM മുൻ ഏരിയ സെക്രട്ടറിക്ക് ലോക്കൽ സെക്രട്ടറിയുടെ വധഭീഷണി. CPM മുൻ ഏരിയ സെക്രട്ടറി VR രാമകൃഷ്ണനെ ലോക്കൽ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ ജംഷീർ നടുക്കോട്ടിലാണ് ഭീഷണിപ്പെടുത്തിയത്. പത്രിക പിൻവലിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്നാണ് ഭീഷണി. രാമകൃഷ്ണനും ജംഷീറും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്നു. അതൊന്ന് കേൾക്കാം. ആവേശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ പാർട്ടിയെ തോപ്പിക്കാൻ പാടില്ല. എനിക്ക് ഇനി നമ്മുടെ പാർട്ടിയൊന്നുമില്ല. പിന്നെ ആകാശത്ത് മേലോട്ട് നോക്കിയാൽ ആകാശം കേട്ട് നോക്കിയാൽ ഭൂമി. അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന കൊള്ളയൊക്കെ ഞാൻ പറയാ. എന്റെ സാഞ്ചേട്ടൻ ഒന്ന് പറയണിക്ക്, ഇത് തോറ്റാലും ജയിച്ചാലും ഞാൻ ഇനി ഇത് ഏത് ഒടയതമ്പുരാം എന്ന് പറഞ്ഞാലും ശരി, എനിക്ക് വോട്ട് ചിലപ്പോ കിട്ടിയിട്ടില്ലെങ്കിൽ മാറില്ല. സാക്ഷാൽ ഒടയതമ്പുരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ എന്റെ അപ്പൻ ഒന്നേ ഉള്ളു, അത് വാഴക്കാട്ട് രാഘവനാണ്. ഈ മാത്തനോട് നീ ചോദിച്ചു നോക്ക്. എനിക്ക് വിദ്യാഭ്യാസ കുറവുള്ളു. മാത്തനെയൊക്കെ അരീശ്രീ പഠിപ്പിച്ച എന്റെ അപ്പനാ. മാത്തൻ, ആ ഏലിയാസ്, അങ്ങനെ കുറെ ആൾക്കാര്. എന്നിട്ട് ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരുമോ? ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. അത് നിങ്ങൾ പറഞ്ഞ ഇപ്പൊ ഇവിടെ ഇവനെ കൊന്നില്ലേ? അവനെ കൊന്നിട്ട് നമ്മൾ അത് ഇപ്പൊ സ്നേഹത്തോട് സംസാരിച്ചു. പിന്നെന്താ ഇനി അത് പറ്റില്ലെന്ന്. അതാ സാഞ്ചേട്ടാ, എന്താണ് പ്രശ്നം? നിങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോ. തട്ടിക്കോ. എന്നെ ഒരാളെ കൊന്നു കഴിഞ്ഞാലും എനിക്ക് 3 മക്കളും ഇപ്പൊ ഒരു 7 പേരക്കുട്ടികൾ, 7 ഇപ്പൊ 9 പേരക്കുട്ടികളാവും. സന്ധ്യ കഴിഞ്ഞാൽ ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടിലൊന്നും ഇറങ്ങാൻ പാടില്ലാത്ത രീതിയിലാണ് മദ്യം, പിന്നെ വാറ്റുചാരായമുണ്ട്, അതേമാതിരി തന്നെ വിദേശ നിർമ്മിത മദ്യവും കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം വളരെ രീതിയിലുള്ള ഒരു പുതിയൊരു സന്ദേശം കൊടുക്കുന്നത് അഴിമതി ചെയ്ത് കാശുണ്ടാക്കുക, ആ കാശ് കൊണ്ട് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് യുവജനങ്ങളുടെ ഇടയിലേക്ക് ഉള്ള സന്ദേശം. അഴിമതി ചെയ്യാത്ത ആൾക്കാർ വിഡ്ഢികളാണെന്നുള്ളതാണ് ഈ പാർട്ടിയുടെ നേതാക്കന്മാരടക്കം ഇവിടെ ഇന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവർക്ക് കഴിവില്ലായ്മ കൊണ്ടാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതൊരു പുതിയൊരു മെസ്സേജാണ് ജനങ്ങളിലേക്ക് കൊടുക്കുന്നത്. അഴിമതിയും അക്രമവും പിന്നെ കൈമുതലാക്കി എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. എന്ത് വിപത്തുണ്ടായാലും ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്നുള്ളതാണ് പറയാനുള്ളത്. അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന CPM മുൻ ഏരിയ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയ അഗളി ലോക്കൽ സെക്രട്ടറിയെ തള്ളി CPM ജില്ലാ നേതൃത്വം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം കാര്യങ്ങളിൽ നേതാക്കൾ ജാഗ്രത പാലിക്കണമെന്നും വസ്തുത പരിശോധിക്കുമെന്നും ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി രഹസ്യമായോ പരസ്യമായോ ധാരണയില്ലെന്ന് ആവർത്തിക്കുകയാണ് കോൺഗ്രസ്. കോഴിക്കോട് കൊടിയത്തൂരിലെ UDF കൺവെൻഷനിൽ വെൽഫെയർ നേതാവ് പങ്കെടുത്തതിനെ കുറിച്ച് തനിക്കറിയില്ലെന്നാണ് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറയുന്നത്. കൊടിയത്തൂരിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന വാർഡുകളിൽ UDF മത്സരിക്കാതിരിക്കുമ്പോഴാണ് ഒരു ധാരണയുമില്ലെന്ന് നേതൃത്വം ആവർത്തിക്കുന്നത്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊരിടത്തും വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായോ രഹസ്യമായോ ഉള്ള ധാരണകൾ ഇല്ല എന്നാണ് UDF സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും വ്യക്തമാക്കിയത്. എന്നാൽ ഇതിനു വിരുദ്ധമായി പരസ്പരം സഹകരിച്ച് മത്സരിക്കുന്നതിൻ്റെ തെളിവുകളാണ് പലയിടങ്ങളിൽ നിന്നും പുറത്തുവരുന്നത്. കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിൽ 2 സീറ്റുകളാണ് UDF ധാരണയോടെ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത്. ഈ സീറ്റിലെ സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിന് പോയപ്പോൾ UDF പ്രാദേശിക നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു. പിന്നീട് UDFിൻ്റെ പഞ്ചായത്ത് കൺവെൻഷനിലും വെൽഫെയർ പാർട്ടി നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തു. UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് വ്യക്തമാക്കുന്ന ബോർഡുകളും പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ബന്ധത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ K പ്രവീൺകുമാർ പ്രതികരിച്ചത്. ഇത്തരത്തിൽ ഒരു ധാരണ എങ്ങും പരസ്യമായോ രഹസ്യമായോ ഇല്ല. ഈ തെളിവുകൾ പുറത്തു വന്നെങ്കിൽ അക്കാര്യത്തെക്കുറിച്ച് പരിശോധിക്കുമെന്നും പ്രവീൺകുമാർ വ്യക്തമാക്കി. എൻ്റെ അറിവിൽപ്പെട്ടിട്ടില്ല, ഉണ്ടെങ്കിൽ ഞാൻ പരിശോധിക്കും. ഞാനൊരു കാര്യം കട്ടൻട്രിയെ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ UDFിന്റെ ഘടകകക്ഷികളും അസോസിയേറ്റ് RMPയുമായി അപ്പുറത്ത് ഒരു കക്ഷിയുമായും UDFന് സീറ്റ് തരണയോ മുന്നണി ബന്ധമോ ഇല്ല. കൊടിയത്തൂരിലെ പരിശോധിക്കും. ഉണ്ടെങ്കിൽ പരിശോധിക്കും. ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഉണ്ടെങ്കിൽ പരിശോധിക്കും. അങ്ങനെ വേദി പങ്കിടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രാവിലെ തന്നെ. ഉണ്ടെങ്കിൽ തീർച്ചയായും പരിശോധിക്കും. ഉറപ്പായും പരിശോധിക്കും. ഈ കോർപ്പറേഷനിലെ ഒരു സൗദ എന്ന സ്ഥാനാർത്ഥിയെ കുറിച്ചും ഇങ്ങനെ പറയുന്നു. വെൽഫെയർ പാർട്ടി നോമിനി ഞാനല്ലേ പ്രഖ്യാപിച്ച സൗദയെ? ഏതെങ്കിലും പാർട്ടി സമ്മതിക്കുമോ? ഞങ്ങളല്ലേ പറയുന്നത്? അങ്ങനെ വെൽഫെയർ പാർട്ടി സ്വന്തം പറയണ്ടേ? UDF സ്വതന്ത്ര സ്ഥാനത്തെ പ്രഖ്യാപിച്ചത് ഞാനാണ്.
പിന്നെ ഇങ്ങനെ ഫലപ്പെട്ടാവുക? സ്വതന്ത്രമായി പ്രഖ്യാപിക്കാൻ സാഹചര്യമല്ലോ? അത് അവിടുത്തെ ജയിക്കാനുള്ള സാഹചര്യം കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലടക്കം പലയിടങ്ങളിലും പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുക എന്ന രീതിയിലാണ് വെൽഫെയർ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വെൽഫെയർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പലയിടങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുന്ന ഇടങ്ങളിൽ വെൽഫെയർ പാർട്ടിയും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. ഇരുവർക്കും പരസ്പരം പിന്തുണ നൽകുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലടക്കം പരസ്യമായ പിന്തുണ വെൽഫെയർ പാർട്ടി കോൺഗ്രസിന് നൽകിയിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ BJPയുടെയും CPMന്റെയും ഭാഗത്തു നിന്നും വലിയ പ്രചാരണങ്ങൾ കോൺഗ്രസിനെതിരെ ഉയർന്നിരുന്നു. സമസ്തയടക്കമുള്ള സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. വെൽഫെയർ പാർട്ടിയും UDFും തമ്മിലുള്ള സഹകരണം പലയിടങ്ങളിലും ഉണ്ടായ ശേഷവും കഴിഞ്ഞ ദിവസം സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം അടക്കം ഈ നിലപാടിനെ വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ പരീക്ഷണത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത്. പരസ്പര സഹകരണത്തിലൂടെ രഹസ്യമായി മുന്നോട്ട് നീങ്ങുക. കൂടുതൽ ഫലം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയെങ്കിൽ അസോസിയേറ്റ് അംഗത്വം അടക്കമുള്ള വെൽഫെയർ പാർട്ടിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനാണ് UDFിന്റെ തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ BJP നടത്തുന്നത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമെന്നാണ് K മുരളീധരൻ പറയുന്നത്. ഒഴുക്കൻ മട്ടിലാണ് BJPയുടെ പ്രതിഷേധം നടക്കുന്നത്. A പത്മകുമാറിന്റെ അറസ്റ്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നതിൽ അഭിപ്രായം ഇപ്പോൾ പറയുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാനാകുമെന്ന് ഉറച്ച പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. വാക്കുകൾ കേൾക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അതിന്റെ പാരമ്യത്തിലേക്ക് കടക്കുകയാണ്. മേയർ സ്ഥാനാർത്ഥി കൂടിയായ UDFിന്റെ മേയർ സ്ഥാനാർത്ഥിയായ KS ശബരിനാഥിനൊപ്പം ഗ്രഹസമ്പർക്കത്തിലാണ് കവടിയാർ വാർഡിൽ K മുരളീധരൻ. വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ ഗ്രഹസന്ദർശനവുമായി മുതിർന്ന നേതാക്കളടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. ശ്രീ K മുരളീധരൻ എന്നോടൊപ്പം ചേരുന്നു. പ്രചാരണം എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ? വളരെ നല്ല രീതിയിൽ പ്രചാരണം മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇപ്പൊ രണ്ടാം ഘട്ട പ്രചാരണമാണ് നടക്കുന്നത്. ആദ്യഘട്ടം കുറ്റവിചാരണ യാത്ര, അതുപോലെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച്, അതോടെ ഒന്നാം ഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ ഗൃഹസന്ദർശനങ്ങളും വാർഡ് കൺവെൻഷനുകളും നടക്കുക. അതോടെ അത് രണ്ടാം ഘട്ടം ഈ മാസം കൊണ്ട് ഞങ്ങൾ തീർന്നു. അറിയാനുള്ളൊരു കാര്യം, പത്മകുമാർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരിക്കും. ഈ ഒരു വിഷയം, ഈ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു? അല്ല, അത് ജനങ്ങൾ തീരുമാനമെടുക്കട്ടെ. ഞങ്ങൾ ഭക്തജനങ്ങളുടെ കൂടെയാണ് എല്ലാ കാലത്തും. അത് ഇലക്ഷൻ ഉണ്ടെങ്കിലും ശരി, ഇലക്ഷൻ ഇല്ലെങ്കിലും ശരി. ഇപ്പോൾ യുവതീ പ്രവേശനത്തിന്റെ കാലത്തും ഞങ്ങൾക്ക് ഭക്തജനങ്ങളുടെ ഒപ്പമാണ് ഞങ്ങൾ നിലകൊണ്ടത്. ഈ കാര്യത്തിൽ ഞങ്ങൾ ഭക്തജനങ്ങളുടെ ഒപ്പമാണ്. തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഭക്തരുടെ മനസ്സിൽ മുറിവേറ്റിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അല്ല, ആ വോട്ട് തങ്ങൾക്കൊപ്പമാക്കാൻ ഇതുമൂലം ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം തങ്ങൾക്കൊപ്പമാക്കാനുള്ള നീക്കം BJP വലിയ തരത്തിൽ ഇവിടെ നടത്തുന്നു. BJP അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കി, യുവതീ പ്രവേശനത്തിന്റെ കാലത്തുണ്ടായ ആവേശമൊന്നുണ്ടോ? എന്താ അതിന്റെ കാരണം? ഒരു വെറും സ്റ്റേറ്റ്മെന്റ്, ഒഴുക്കമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? ആരെങ്കിലും ഒരു ശക്തമായിട്ട് ഡയലോഗ് അടിച്ചിട്ടുണ്ടോ? അപ്പൊ നഗരസഭ പിടിക്കാൻ കഴിയുമെന്ന വലിയ ഞങ്ങൾ തന്നെ പിടിച്ചിരിക്കും. ആ ആത്മവിശ്വാസത്തിലാണ് UDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ കവടിയാർ വാർഡിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഗ്രഹസന്ദർശനവുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് മുതിർന്ന നേതാക്കളുടെ തീരുമാനം. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ശബരിമല പ്രതിഫലിക്കുമോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ലെന്ന് മുരളീധരൻ പറയുമ്പോൾ, എന്നാൽ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ 100% പ്രതിഫലിക്കുമെന്നാണ് നടൻ മണിയൻ പിള്ള രാജു പറയുന്നത്. താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകം മമത പുലർത്തുന്ന വ്യക്തിയല്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറുമെന്നുമാണ് മണിയൻ പിള്ള രാജു ന്യൂസ് 18നോട് പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലാണ് നാട്. നടൻ മണിയൻ പിള്ള രാജു എന്നോടൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് പ്രതീക്ഷകൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്? ഇലക്ഷന്റെ പ്രതീക്ഷ ഞാൻ പറയുന്നത് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഈ പൈസ കൊടുത്ത് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ പോലും, കാശ് വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടാലും, പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പം അവനവൻ്റെ ഒരു മനസ്സാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യുള്ളൂ. ഏതൊരു വ്യക്തി, ഒരാൾക്ക് നമ്മൾ 5000 രൂപ കൊടുത്ത് ഇന്ന പാർട്ടിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ സന്തോഷത്തോടെ വാങ്ങിക്കും. പക്ഷെ അകത്ത് ചെല്ലുമ്പോൾ അയാൾക്കൊരു ആരും കാണുന്നില്ല, അതിനൊരു പ്രൈവസി ഉണ്ട്. അത് അങ്ങനെ കുത്തത്തുള്ളൂ. ഈ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, പ്രതിഫലിക്കും തോന്നുന്നുണ്ടോ? 100% ബാധിക്കും. സംശയം എന്താ കാര്യത്തിൽ? അത് ബാധിക്കും. അതിൽ കൂടുതൽ ഒരു നടപടികൾ ഉണ്ടാകാൻ സാധ്യത എന്താണ്? ഒരു പുറത്തും എന്തായാലും കോടതി ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ സുഗമമായിട്ട് പോവില്ല, ഓരോരുത്തരായിട്ട് പോവില്ല. എന്തായാലും തെറ്റ് ചെയ്തവരെ കണ്ടുപിടിക്കും കോടതി. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ ആയിരിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ട്? തീർച്ചയായിട്ടും ആയിരിക്കും. അതിന്റെ പ്രതിഫലനം ആയിരിക്കും. ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ അതിലോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല. പക്ഷെ എന്നാലും ഒരു സാധാരണ വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ നമുക്ക് പേപ്പർ വായിച്ചൊക്കെയുള്ള സംഭവങ്ങൾ, ന്യൂസ് കണ്ടിട്ടൊക്കെയുള്ള അറിവുകളുണ്ടല്ലോ. അത് അത്രയൊക്കെയുള്ള അറിവേ ഉള്ളൂ. സീറ്റ് ലഭിക്കാത്തതിൽ മനം നൊന്ത് തിരുവനന്തപുരം തൃക്കണ്ണാപുരത്ത് RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയതിൽ
BJP നേതൃത്വത്തെ തള്ളി RSS നേതാക്കളുടെ മൊഴി. സജീവ RSS പ്രവർത്തകനായിരുന്ന ആനന്ദ് വാർഡിലെ സ്ഥാനാർത്ഥി നിർണയ യോഗത്തിലും പങ്കെടുത്തിരുന്നു. RSS നഗർ കാര്യവാഹ് രാജേഷാണ് ആനന്ദിനെ യോഗത്തിലേക്ക് വിളിച്ചതെന്നും RSS നേതാക്കൾ മൊഴി നൽകി. 7 വർഷമായി ആനന്ദ് RSSൽ ഇല്ലെന്നായിരുന്നു ജില്ലാ പ്രസിഡന്റ് കരമന ജയന്റെ വാദം. ആനന്ദ് BJPക്കാരനല്ലെന്നും ശിവസേനയിൽ ചേർന്ന ആളാണെന്നുമായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ പ്രതികരിച്ചിരുന്നത്. പാലക്കാട് മരുത റോഡിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ CPM പ്രവർത്തകൻ തൂങ്ങി മരിച്ചു. പടലിക്കാട് സ്വദേശി ശിവനാണ് മരിച്ചത്. മരുത റോഡ് പഞ്ചായത്തിലെ 4ാം വാർഡായ പടലിക്കാട് റോഡിനരികിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CPM കെട്ടിയ ഓഫീസിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. മരണകാരണം സംബന്ധിച്ച് അന്വേഷിച്ചു വരികയാണെന്നാണ് പോലീസ് പറയുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തെന്ന യുവതിയുടെ പരാതിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. പേര് പുനഃസ്ഥാപിക്കാൻ തയ്യാറായി പഞ്ചായത്ത്. കോട്ടപ്പടി സ്വദേശിനി പൈനാടത്ത് മെയ്മോൾ സ്വയം കേസ് വാദിച്ചാണ് അനുകൂല വിധി നേടിയെടുത്തത്. കോട്ടപ്പടി സ്വദേശിനി മെയ്മോൾ P. ഡേവിസ് മുൻപും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. ആനശല്യം രൂക്ഷമായ വേങ്ങൂരിലെ പുരയിടത്തിന്റെ കൈമാറ്റത്തിനുണ്ടായ തടസ്സങ്ങൾക്കെതിരെയും അവർ നിയമ പോരാട്ടം നടത്തിയതാണ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വനം വകുപ്പ് ഭൂമി ഏറ്റെടുക്കുകയും അതിനായി 45 ലക്ഷം രൂപ മെയ്മോൾക്ക് നൽകുകയും ചെയ്തു. ഇപ്പോൾ രണ്ടാമതും നീതി നിഷേധിക്കുന്നതിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി വിജയിച്ചിരിക്കുകയാണ് യുവതി. മെയ്മോൾ വേങ്ങൂരിലെ ഭൂമി വനം വകുപ്പിന് കൈമാറിയതോടെ കോട്ടപ്പടിയിലേക്കാണ് താമസം മാറിയത്. പിന്നാലെ വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മെയ്മോളുടെയും കുടുംബത്തിന്റെയും പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇത് കാരണം പുതുതായി താമസം മാറിയ കോട്ടപ്പടി പഞ്ചായത്തിലും പേര് ചേർത്തിട്ടില്ല. വിവരം ശ്രദ്ധയിൽപ്പെട്ടതോടെ പഞ്ചായത്ത് സെക്രട്ടറിക്കും എറണാകുളം ജോയിന്റ് ഡയറക്ടർക്കും പരാതി നൽകി. എന്നാൽ അനുകൂല നടപടി ഉണ്ടാകാതായതോടെയാണ് ഹൈക്കോടതിയിൽ സ്വന്തമായി കേസ് വാദിക്കാൻ തീരുമാനിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ലിസ്റ്റില് പേര് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ഏറ്റവും കുറഞ്ഞത് 6 മാസമെങ്കിലും താമസം വേണം. ഞാനിപ്പോ പുതിയ സ്ഥലത്തേക്ക് ഞാൻ ഇപ്പൊ പുതിയതായിട്ട് താമസിക്കുന്ന കോട്ടപ്പടി പഞ്ചായത്തിന് കീഴിലേക്ക് എന്റെ വോട്ട് സ്ഥിരപ്പെടുത്താനോ അല്ലെങ്കിൽ ചേർക്കാനോ വേണ്ടിയിട്ട് എനിക്കൊരു സമയപരിധി കിട്ടിയിട്ടില്ല. ഞാൻ പുതിയ സ്ഥലത്ത് താമസക്കാരി ആയിട്ടുമില്ല, എന്നാൽ പഴയ സ്ഥലത്ത് നിന്ന് താമസം വിടുകയും ചെയ്തു. അപ്പോൾ എവിടെയും ഇല്ലാത്ത തരത്തില് എന്റെ വോട്ട് നിഷേധിക്കുമ്പോൾ എന്റെ വോട്ടവകാശം അനാഥത്വമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് മാറ്റി എന്ന് ചോദിച്ചുകൊണ്ട് വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ പരാതി കൊടുത്തിരുന്നു. സെപ്റ്റംബർ 25-ാം തീയതിയാണ് പരാതി കൊടുക്കുന്നത്. അപ്പോൾ അവര് പറഞ്ഞു താമസം മാറിയതിനാലാണ് എന്ന് പറഞ്ഞു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് കേസ് പരിഗണിച്ച് അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതോടെ മെയ്മോളും അമ്മയും സഹോദരനും ഉൾപ്പെടെ 3 പേരുടെ പേരാണ് വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിച്ചത്. സമ്മതിദാന അവകാശത്തിനു വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തിയ മെയ്മോളുടെ കഥ നിരവധി പേർക്ക് പ്രചോദനമാണ്. ന്യൂസ് 18 എറണാകുളം. എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് രാഷ്ട്രീയ താൽപര്യത്തിലെന്ന് UDF. വരണാധികാരിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരുമാണ് LC ജോർജിന്റെ പത്രിക തള്ളാൻ ഇടയാക്കിയതെന്നാണ് ആരോപണം. ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം, നിയമപരമായി മുന്നോട്ടു പോകുമെന്നും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. മന്ത്രി രാജീവിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്ന കാരണം പറഞ്ഞാണ് ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതെന്നും നേതാക്കൾ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡങ്ങൾക്കും തെരഞ്ഞെടുപ്പിന്റെ നിയമാവലിക്കും ചട്ടങ്ങൾക്കും ഒക്കെ എതിരായിട്ടാണ് വരണാധികാരിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചത്. ജീവനക്കാർ പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ വരെ അത്തരത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് ഒരു വനിതാ സ്ഥാനാർത്ഥിയായ നിലവിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് LC ജോർജിൽ ഒരു പത്രിക അവർക്ക് രണ്ടാമത് കൃത്യസമയത്ത് സമർപ്പിക്കാൻ അവരെ തടസ്സപ്പെടുത്തി അവരുടെ പത്രിക തള്ളുകയും. അപ്പൊ എന്ത് രാഷ്ട്രീയ ലക്ഷ്യം വച്ചിട്ടാണ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നത്? LDF-ഉം UDF-ഉം നേർക്കുനേർ മത്സരം നടക്കുന്ന നഗരസഭയാണ് നീലേശ്വരം. BJPക്ക് ഒരംഗം പോലും ഇല്ലാത്ത നഗരസഭ രൂപീകൃതമായ കാലം തൊട്ട് ഇടതുമുന്നണിക്കാണ് വിജയം. CPM ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന നീലേശ്വരത്ത് രണ്ടും കൽപ്പിച്ചാണ് ഇത്തവണ UDF പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്നത്. നഗരസഭ രൂപീകൃതമായതിനു ശേഷം ഇടതിനെ മാത്രം തുണച്ച നഗരസഭയാണ് നീലേശ്വരം. ഇത്തവണ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മുഹമ്മദ് റാഫിയാണ് മത്സരിക്കുന്നത്.
32 നേരത്തെ വാർഡുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ 2 വാർഡുകൾ കൂടി 34 വാർഡുകളാണ് ഇപ്പോൾ ഇത്തവണയുള്ളത്. എന്തായാലും UDFും ശക്തമായ പ്രചരണമായി രംഗത്തുണ്ട്. നമുക്ക് 2 ഭാഗത്തു നിന്നുള്ള, അതായത് UDFിൻ്റെയും LDFിൻ്റെയും പ്രതിനിധികളെ പ്രതികരണം തേടാം. നീലേശ്വരം നഗരസഭയുടെ എന്താണ് നിലവിലൊരു അവസ്ഥ എന്ന്. നീലേശ്വരം നഗരസഭ വൈസ് ചെയർമാനാണ്, നിലവിൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുഹമ്മദ് റാഫിയാണ് നമ്മോടൊപ്പം ആദ്യം ചേരുന്നത്. എന്താണ് നിലവിൽ നീലേശ്വരം നഗരസഭ? പൊതുവെ മൃഗീയ ഭൂരിപക്ഷമാണ് LDFിന്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും എന്താണ് ഒരു അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ നിലവിൽ ഞങ്ങൾക്ക് 32-ൽ 21 സീറ്റാണ് ഉള്ളത്. ഇപ്പോൾ 34 സീറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു 24-25 സീറ്റിലെങ്കിലും LDF ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലത്ത് നീലേശ്വരത്ത് വമ്പിച്ച രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ നഗരസഭാ കാര്യാലയം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സൗകര്യം കൂടിയ നഗരസഭാ കാര്യാലയമാണ് നീലേശ്വരത്ത് കഴിഞ്ഞ തവണ ഈ ടേമിൽ നിർമ്മിച്ചത്. നീലേശ്വരം ബസ് സ്റ്റാൻഡ് അതിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം പൂർത്തീകരിച്ച് കഴിഞ്ഞു. 16 കോടി രൂപയാണ്. ഇനി അതിൻ്റെ യാർഡിൻ്റെ ചില വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു മാസത്തിനകം ബസ്സുകൾ കയറുന്ന സ്ഥിതി ഉണ്ടാവും. 2 വാതക ശ്മശാനങ്ങൾ ഞങ്ങൾ നിർമ്മിച്ചു. 6 കോടി രൂപ ചെലവിലാണ് നമ്മുടെ ചെറുപ്പുറത്തുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് അതിൻ്റെ നവീകരണം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ എടുത്തു നോക്കിയാൽ നഗരസഭയുടെ തനത് പദ്ധതികളായിട്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം നടത്താൻ സാധിച്ചു. മാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വലിയ രീതിയിലുള്ള സഹായവും നീലേശ്വരത്ത് ലഭിച്ചിട്ടുണ്ട്. BJPക്ക് നിലവിൽ സീറ്റില്ലാത്ത അപൂർവം നഗരസഭകളിൽ ഒന്നാണ് നീലേശ്വരം. ആ നില ഈ തവണയും തുടരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. SDPI കഴിഞ്ഞ തവണ തീരദേശത്ത് മുസ്ലിം ലീഗിൻ്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സീറ്റ് SDPI പിടിച്ചെടുത്തിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് താരതമ്യേന ദുർബലമായ സ്വാധീനം മാത്രമുള്ളൊരു പ്രദേശമാണ്. പക്ഷേ ആ നിലയും കൂടി ഒഴിവാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നീലേശ്വരം നഗരസഭ പ്രതിപക്ഷ നേതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഷജീറാണ് ചേരുന്നത്. ഷജീർ ഇത്തവണ മത്സരിക്കുന്നുണ്ട്. ഏതായാലും ഇത്തവണ നീലേശ്വരം നഗരസഭ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. നമുക്ക് ഷജീറോട് തന്നെ ചോദിക്കാം. ഷജീർ, എങ്ങനെയാണ് നീലേശ്വരം നഗരസഭയുടെ നിലവിലെ അവസ്ഥ? കാരണം LDFിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുത്തക, അതായത് അവരുടെ രൂപീകൃതമായത് മുതൽ LDF തന്നെ ഭരിക്കുന്ന ഒരു സ്ഥലമാണ്. എങ്ങനെയാണ്? അതായത് കഴിഞ്ഞ ഒരു 35 വർഷത്തെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ തുല്യമാക്കി മാറ്റിയ ഈ നഗരസഭയെ ഈ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് ഈ നഗരസഭ എത്തും എന്ന കാര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടെ ഒരു രാജാ റോഡ് വികസനം എന്ന് കുട്ടിക്കാവശ്യക്കോട്ട് വന്നെങ്കിൽ പോലും അത് പ്രാവർത്തികമാക്കാൻ ഈ നഗരസഭ കഴിഞ്ഞില്ല. അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ അജണ്ട. ഈ 34 വാർഡുകളിലും ഐക്യജനാധിപത്യ മുന്നണി ജയിക്കും. ഇവിടെ നല്ലൊരു ഭരണം UDFിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകും, ഒരു സംശയം വേണ്ട. നമുക്കറിയാം, മത്സ്യ മാർക്കറ്റ് ഇല്ലാത്ത ഇന്ത്യയിലെ ഏക നഗരസഭ ഒരുപക്ഷെ നീലേശ്വരമായിരിക്കും. തീരദേശ മേഖലയെ മുഴുവൻ അവഴിച്ചു, സാധാരണക്കാരനെ മുഴുവൻ അവഴിച്ചു. പിന്നെ ബിൽഡിംഗ് ഉണ്ടായിട്ട് എന്ത് വേണ്ടത്? ഇത്ര വലിയ ബിൽഡിംഗ്, പിന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിട്ട് സാധാരണക്കാരന് എന്ത് നേടിയെന്ന് മാത്രം. അതാണ് ഞങ്ങളുടെ പ്രചരണായുധം. തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണി നീലേശ്വരം നഗരസഭ ഭരിക്കും. എന്തായാലും പിണറായി സർക്കാരിൻ്റെ ദുർഭരണം, അതോടൊപ്പം വലിയ തോതിൽ വികസനം ഉണ്ടെന്ന് പറയുമ്പോഴും അത്തരം വികസനങ്ങളൊന്നും നഗരസഭയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് UDF പറയുന്നത്. അതുകൊണ്ട് ഇത്തവണ അവർ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു അംഗങ്ങൾ പോലും ഇല്ലാത്ത നഗരസഭ കൂടിയാണ് നീലേശ്വരം. എന്തായാലും UDF ശക്തമായ ഒരു മത്സരത്തിന് തന്നെയാണ് ഇവിടെ തയ്യാറെടുക്കുന്നത്. KB ബൈജു, News 18, കാസർഗോഡ്. സോഷ്യൽ മീഡിയ തിരയുന്ന ഒരു വൈറൽ സ്ഥാനാർത്ഥിയുണ്ട്. ആ വൈറൽ സ്ഥാനാർത്ഥി നമുക്ക് പരിചയപ്പെടാം. പേരുകൊണ്ട് വ്യത്യസ്തയായ മായ വി ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. എറണാകുളം കൂത്താട്ടുകുളം നഗരസഭ 26-ാം ഡിവിഷനിലെ LDFിന്റെ സ്ഥാനാർത്ഥിയായ മായാവിയുടെ വിശേഷം കേൾക്കാം. പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യനായിട്ട് വരും. മാലിൻകുട്ടി വി എന്നാണ് അവന്റെ ശരിയായ പേര്. സത്യം പറഞ്ഞ അത് ചുരുക്കി മായാവി എന്ന് വിളിച്ചത് ഞാനാ. നീ ആരാണോ ചോദിച്ചത്? മായാവി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് കൗതുക കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ കാണുന്നത് ഒരു കൗതുകം നിറഞ്ഞ പേരാണ്. സോഷ്യൽ മീഡിയയിലെല്ലാം ഈ പേരിപ്പോൾ വൈറലാണ്. മറ്റാരുമല്ല, കൂത്താട്ടുകുളം നഗരസഭയിലെ 26-ാം വാർഡ് LDF സ്ഥാനാർത്ഥി മായാവി. മായാവി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ബാലരമയിൽ നമ്മുടെ സൂപ്പർ ഹീറോ ആയ മായാവി, അതോടൊപ്പം തന്നെ മായാവി എന്ന മമ്മൂട്ടി ചിത്രത്തിലെ മായാവി. അങ്ങനെ പല രൂപത്തിലാണ് ഈ മായാവിയെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. ട്രോളുകളൊക്കെ കണ്ടായിരുന്നു? എന്ത് തോന്നി? തമാശകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനതൊക്കെ ചിരിച്ചുകൊണ്ട് ആസ്വദിക്കുന്നു. ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ മായാവി
ഈ സ്ഥാനാർത്ഥിയായി പ്രചാരണമൊക്കെ തകൃതിയായി നടക്കുകയാണ്. എങ്ങനെയാണ് ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം? ആളുകളുടെ പ്രതികരണം, ഞാൻ മായാവി എന്നുള്ള ചേച്ചിമാർക്കൊക്കെ പെട്ടെന്ന് കമ്പനിയാവും. എങ്കിലും ഞാൻ മീഡിയാസ് എന്നെ കുറേ കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പേര് കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൾക്കാർ പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ ഒന്ന് ചിരിക്കും, സ്ട്രക്കാവും. എന്നിട്ട് ആ ചിരിയിലൂടെ ഞാൻ അവരിലേക്ക് പെട്ടെന്ന് കടക്കാനൊരു പേര് അതിനൊരു കാരണമാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു യുവാക്കളിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും, വോട്ടഭ്യർത്ഥിച്ച് ചെല്ലുമ്പോഴായിരിക്കും ഈ മായാവി എന്ന പേര് അവർ കുറച്ചുകൂടി മറ്റൊരു തരത്തിലേക്ക് ഏറ്റെടുക്കുന്നത് അല്ലേ? അതെ അതെ, അത് യുവാക്കളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇങ്ങനെയുള്ള ട്രോളുകളൊക്കെ വരുന്നത്. നമ്മളെ ചാച്ചന്മാരും അമ്മച്ചിമാരെന്നൊക്കെ പറഞ്ഞാൽ മായാവി അതുകൊണ്ട് അവരിങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കും. മറ്റേത് എന്തെങ്കിലും എൻ്റെ ശിഷ്യയാണ്, മായൻകുട്ടി വി, ഞാൻ നൽകിയ പേര്, ഇതൊക്കെയാണ് യുവാക്കളുടെ ഇടയിലെ ട്രോളുകൾ വരുന്നത്. മറ്റേത് നല്ലപോലെ ആസ്വദിച്ച് ചിരിക്കും. മായാവി എന്ന ചിത്രത്തില് കണ്ണൻ സ്രാങ്കിന്റെ ശിഷ്യനായിരുന്നു മായാവി. ഈ മായാവി ആരുടെ ശിഷ്യയാണ്? ഇങ്ങനെ ഈ പറഞ്ഞ കണ്ണൻ സ്രാങ്കിന്റെ ഒരു അത് കുറേ കമന്റുകൾ എനിക്ക് വരുന്നുണ്ട്. ഞാൻ ഇതുവരെ ആരും ശിഷ്യത്വമൊന്നും സ്വീകരിച്ചിട്ടില്ല. അപ്പം ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കൂടിയാണ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ വന്നിട്ടാണ് കുറച്ച് പേരെങ്കിലും മായാവി എന്നറിയപ്പെട്ടത്. ഇപ്പം പിന്നെ ഈ കുറേ പോസ്റ്ററുകളൊക്കെ വന്നപ്പോഴത്തേക്കും ആളുകൾ കുറേ ട്രോളുകളൊക്കെ വന്നപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് കുറേ പേരിങ്ങനെ എന്നെ മെൻഷൻ ചെയ്തും സ്റ്റോറി അയച്ചും എനിക്ക് റീൽ അയച്ചൊക്കെയാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് പറന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് തോന്നി. ഒപ്പം ഈ മായാവി ആളുകളെ രക്ഷിക്കുന്ന ഒരു സൂപ്പർ ഹീറോയാണ്. രാജു രാധയുടെയൊക്കെ സൂപ്പർ ഹീറോയാണ്. ഈ മായാവി കൂത്താട്ടുകുളംകാരുടെ സൂപ്പർ ഹീറോ ആണോ? അവരെന്നെ ഓം ഹ്രീം എന്ന് വിളിച്ചാൽ ഉറപ്പായിട്ട് ഞാനവിടെ എത്തിയിരിക്കും. വിളിച്ചില്ലെങ്കിലാണ് പ്രശ്നം. ആര് വിളിച്ചാൽ ഉറപ്പായിട്ട് ഞാനവിടെ ചെന്നിരിക്കും. എന്തായാലും എല്ലാവിധ ആശംസകളും തീർച്ചയായിട്ടും. എല്ലാവർക്കും സന്തോഷം. എന്നെ ട്രോൾ ചെയ്യുന്ന എല്ലാവർക്കും സന്തോഷം. ഒരു രീതിയിൽ മറ്റൊരു രീതി അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും പേരിലൂടെ വ്യത്യസ്തയായ മായ വി ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. കൂത്താട്ടുകുളത്തെ LDF സ്ഥാനാർത്ഥിയായാണ്. എന്തായാലും ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുകയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഈ മായാവി ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി. തെരഞ്ഞെടുപ്പ് കാലമായാൽ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പാരഡി ഗാനങ്ങൾ ഇറക്കുന്നത് പതിവാണ്. ഇത്തവണയും കൊച്ചിയിൽ മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയുള്ള പാട്ടുകളുടെ റെക്കോർഡിംഗ് അവസാന ഘട്ടത്തിലാണ്. ട്രെൻഡിംഗ് ആയ സിനിമാ പാട്ടുകളുടെ പാരഡി ഗാനമാണ് ഇത്തവണയും മുന്നണികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. കേട്ടുനോക്കാം. മണ്ണും പിണ്ണും എല്ലാം എല്ലാം ചെങ്കൊടികൾ പറപറക്കണ്. ചങ്കിൽ ചങ്കിൽ ചങ്കിലെല്ലാം ഇടതുമൂട്, പോളിംഗ് മൂട്, വിജയമൂട്, LDF മൂട്, ചെങ്കൊടി മൂട്, പോളിംഗ് മൂട്, വിജയമൂട്, LDF മൂട്. തിരഞ്ഞെടുപ്പിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് സ്ഥാനാർത്ഥികൾക്ക് വോട്ടഭ്യർത്ഥിച്ചുള്ള അനൗൺസ്മെന്റുകളും പാരഡി ഗാനങ്ങളും. ഓരോ കാലഘട്ടത്തിലെയും ട്രെൻഡിംഗ് പാട്ടുകളാണ് പാരഡിക്കായി തിരഞ്ഞെടുക്കുന്നത്. ഈ വർഷം മലയാളികൾ നെഞ്ചിലേറ്റിയ 3 ഗാനങ്ങൾ 3 മുന്നണികൾക്കുമായി തയ്യാറായി കഴിഞ്ഞു. വികസന സ്വപ്നങ്ങളേറ്റിടുവാൻ ഐക്യമുന്നണിയും മുന്നിൽ വേണം. പോളിംഗ് ബൂത്തിൽ ചെല്ലും നേരം മനസ്സിൽ കുറിച്ചു വച്ചു. നിന്നും ജയം കൈപ്പറ്റിക്ക് ഏകിടണേ. കാക്കനാട് സ്വദേശി അബ്ദുൾ ഖാദറാണ് പാരഡി ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി അബ്ദുൾ ഖാദർ പാരഡി ഗാനങ്ങൾ ഒരുക്കി വരുന്നുണ്ട്. ഈ പ്രാവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ലക്ഷത്തിലേറെ സ്ഥാനാർത്ഥികൾ ഓൾ കേരളയുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, ഓൾ കേരളയിലുള്ള ഒരുപാട് ഗായക സംഘങ്ങൾക്ക് ഇപ്പോൾ അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 4 നൂറ്റാണ്ടായിട്ട് എല്ലാ മുന്നണികൾക്കും വേണ്ടി പാട്ടുകൾ ചെയ്യുന്നുണ്ട്. അതാത് സമയത്ത് ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ് ചെയ്യൽ. ഈ പ്രാവശ്യം അതുപോലെ തന്നെ വളരെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഏത് മൂഡ്, അതുപോലെ മിന്നൽ വള, അത് UDF വേണ്ടിയാണ്. പിന്നെ അതുപോലെ BJPയും സ്വതന്ത്ര മുന്നണികൾക്കൊക്കെ വേണ്ടിയിട്ട് കിളിയെ. അപ്പോൾ അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ഈ പ്രാവശ്യമുണ്ട്. വിവാദങ്ങളും വികസനവുമൊക്കെ തന്നെയാണ് പാട്ടിലെ വരികളായി മാറുന്നത്. ലിജി ഫ്രാൻസിസും നിസാജും ചേർന്നാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. News 18 കൊച്ചി. നാട്ടിലോട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.